ബൽദേവ് നമ്മുടെ സച്ചിദാനന്ദൻ നിഗമനം. ഇങ്ങനെ തന്നെ വിശ്വസിക്കേണ്ടി വരും കേട്ടോ. കാരണം ഒരുപാട് തെളിവുകൾ ഇതിനു മുമ്പ് പുറത്തു വന്നിട്ടും ഒന്നും സംഭവിച്ചില്ല. ഇന്ന് ജയിൽ ഉപദേശക സമിതിയുടെ അംഗം കൂടിയായ പി ജയരാജൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അവർക്ക് ഈ കുതിരവട്ടത്തേക്കുള്ള ദൂരം എത്രയാണെന്ന് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണെന്ന്. അതായത് അവരെയൊക്കെ ഭ്രാന്തന്മാരായി ചിത്രീകരിക്കുകയാണ്. എന്തെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ അവർക്ക് തലയ്ക്ക് വെളിവില്ല എന്നുള്ള കാര്യമാണ് പി ജയരാജൻ പറയുന്നത്. ഇതൊന്നും ശരിയായ കാര്യമല്ല കേട്ടോ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നടക്കുന്ന എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഗോവിന്ദസ്വാമി അതിന്റെ അവസാന ഉദാഹരണമാണ്. വളരെ അനായാസം അയാൾക്ക് വെളിയിലെത്താൻ കഴിഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ ജയിലാണ് 1869 തുടങ്ങി കണ്ണൂർ സെൻട്രൽ ജയിൽ. അതിന് ഗോകുല് പറഞ്ഞ പോലെ 20 അടിയല്ല, 7.5 മീറ്റർ, 25 അടിയാണ് അതിന്റെ പൊക്കം. അത് ഒളിമ്പ്യന്മാർക്ക് പോലും ആ മതിലൊന്നും ചാടി കിടക്കാൻ പറ്റത്തില്ല. പിന്നെ ജയിൽ ഉദ്യോഗസ്ഥരും ജയിൽ പുള്ളികളും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ട് നമ്മുടെ നാട്ടിൽ വളരെ കൂടുതലായിട്ടുണ്ട്. ആ അവിശുദ്ധമായ കൂട്ടുകെട്ട് തന്നെയാണ് ഈ ഗോവിന്ദസ്വാമിയെ പുറത്ത് അടിച്ചതെന്നുള്ളതിനകത്തൊന്നും യാതൊരു തർക്കവുമില്ല. അതൊന്ന് കണ്ണട ചാരി ഇരുട്ടാക്കാൻ ശ്രമിക്കണ്ട. ഒരു കാരണവശാലും 25 അടി പൊക്കമുള്ളൊരു മതിൽ ഒരാൾക്കോ രണ്ടാൾക്കോ ശ്രമിച്ചാൽ പറ്റത്തില്ല. അത്രയും വലിയൊരു മതിലൊന്നും ചാടിക്കിടക്കും. അപ്പൊ തീർച്ചയായിട്ടും അവിടെ മാസങ്ങളോളം ഇതിന്റെ പിന്നിൽ ഈ ജയിൽ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ പുള്ളിയുമായിട്ട് തീർച്ചയായിട്ടും രഹസ്യബന്ധങ്ങൾ, ഒരുപക്ഷെ പുറത്തുനിന്നോ സഹായം ഉണ്ടാകും. ശ്രീ എം.ആർ. അഭിലാഷൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. വളരെ വ്യക്തമായിട്ട് കാര്യം അറിയാം. ഈ കേസുകൾ നടത്താൻ തന്നെ ലക്ഷക്കണക്കിന് രൂപ ഈ ഗോവിന്ദസ്വാമിക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. അതും അന്വേഷിക്കപ്പെടേണ്ടതല്ലേ. എവിടുന്ന് ഇങ്ങനെ നടക്കുന്ന ഒരാൾക്ക് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ കേസ് നടത്താനൊക്കെയുള്ള പണം ഉണ്ടാകും? ഇദ്ദേഹം പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പ്രതീക്ഷിച്ച സഹായം കിട്ടിക്കാണില്ല. സഹായം കിട്ടിയെങ്കിൽ ഈ 4 മണിക്കൂറിന് മുമ്പ് കേരളം കിടക്കുമായിരുന്നു. കണ്ണൂർ ജയിലിൽ നിന്ന് കേരളത്തിന്റെ ബോർഡർ അടക്കാൻ 2-3 മണിക്കൂർ മതി. അപ്പോൾ കേരളത്തിന്റെ ബോർഡർ അയാൾ കടന്നു പോകുമായിരുന്നു. വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ഇതിനകത്ത് ആകെ ബലിയാടാൻ പോകുന്നത് എന്റെ സ്ഥലത്ത് നടന്ന തേവലക്കര സ്കൂളിലെ സംഭവം പോലെ 1-2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കാൻ പോകുന്നില്ല. ഇതിന് ശക്തമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണം. അല്ല ഇതൊരു വീഴ്ചയാണ്, വീഴ്ചകൾ തുടർന്നും പറ്റുമെന്ന് ആര് പറഞ്ഞാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇത് തീർച്ചയായിട്ടും അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. ഇതിനൊന്നും നിഷേധിക്കാനും പറ്റില്ല. പിന്നെ ഈ ഗോവിന്ദസ്വാമിയെ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇതെവിടെ ചെന്ന് നിൽക്കുമായിരുന്നു? പിടിച്ചത് തന്നെ പോലീസിന്റെ കഴിവുകൊണ്ടൊന്നും അല്ല പിടിച്ചത്. നാട്ടുകാർ വളരെ ശക്തമായിട്ട് നിന്നതുകൊണ്ട്, അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ടും, പിന്നെ ചാനലുകൾ, നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ ഇവന്റെ പല രൂപത്തിലുള്ള ഫോട്ടോകളൊക്കെ പുറത്തുവിട്ടു. ജനങ്ങളെല്ലാവരും വളരെ കൂടുതൽ ജാഗരൂകരായിട്ടുണ്ട്. കാര്യം എന്താ, അത്രയ്ക്ക് ഒരു കൊടും ക്രൂരത ചെയ്ത ഒരു കുറ്റവാളിയാണ്. ആ കുറ്റവാളിയെ പിടിക്കാൻ പോലീസിനേക്കാൾ കൂടുതൽ താല്പര്യം ജനങ്ങൾക്കുണ്ട്. അതല്ലേ പിടിച്ച അയാളെ അടിച്ചു കൊടുത്ത ആ വീഡിയോക്കകത്ത് കാണിക്കുന്നത് ഇടയ്ക്കൂടെ അടിക്കുന്നുണ്ട്. അവരുടെ കൈ കിട്ടിയിരുന്നെങ്കിൽ കൊന്നുകളഞ്ഞതിനകത്ത് യാതൊരു തർക്കവുമില്ല. അത്രയ്ക്ക് ജനം പോലും വളരെ ജാഗ്രതയായിട്ടിരിക്കുമ്പോൾ ഈ ജയിൽ ഉദ്യോഗസ്ഥർക്ക് ഇത്രയും ദിവസമായിട്ട് ഇത് അറിയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റത്തെ നിരുത്തരവാദ അങ്ങനെയാണെങ്കിൽ ജയിൽ വകുപ്പ് എന്ന് പ്രവർത്തനമാണ്. പറയുന്നത് കേരളത്തിൽ കുത്തഴിഞ്ഞ ഒന്നായി മാറിയിരിക്കുകയാണ്. ജയിൽ വകുപ്പിന്റെ മേധാവി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അപ്പോൾ കുത്തഴിഞ്ഞ ഒന്നായി മാറിയിരിക്കുന്ന ജയിൽ വകുപ്പിന്റെ ഉത്തരവാദി തന്നെ ഇതിനുള്ള ഉത്തരം പറയേണ്ടി വരും. തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞില്ല, അതിനകത്ത് നേതാക്കന്മാർക്കൊന്നും വെറുതെ അതിന് ലാഘവത്തോട് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല. അതിപ്പോ പോലീസ് തലപ്പോൾ തന്നെ നമുക്കറിയില്ല, DGP-യും ADGP-മാരും തമ്മിലുള്ള വഴക്കും IAS ഓഫീസർമാർ തമ്മിലുള്ള വഴക്കും, അവർ തമ്മിൽ കുറ്റാരോപണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ ക്രമസമാധാന നിലയായാലും മറ്റു കാര്യങ്ങളും പരിഹരിക്കുന്നതിനകത്ത് കുറെ അധികം വീഴ്ച പറ്റിയിട്ടുണ്ട്. ആ വീഴ്ചകൾ ഉൾക്കൊണ്ട് പരിഹരിച്ച് മുന്നോട്ട് പോകണം. അല്ല അതിന് നമ്മൾ കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ശരിയാണ്. ഇടത് സഹയാത്രികർക്ക് പോലും ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് കേരളത്തിലെ വകുപ്പുകളുടെ വീഴ്ച മാറിയിരിക്കുകയാണ്. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ പല കാര്യങ്ങളും സർക്കാരിനെ അനുകൂലിക്കുന്ന ആളാണ്, ഇടത് സഹയാത്രികനാണ്. പക്ഷേ ഇക്കാര്യത്തിൽ ഈ ഗോവിന്ദസ്വാമിയെ പോലെയുള്ള ഒരു കൊടും ക്രിമിനലിന് കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെയുള്ള അതീവ സുരക്ഷാ കേന്ദ്രം എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ചാടി വരാൻ പറ്റിയതിനെ പറ്റി ന്യായീകരിക്കാൻ പോലും പറ്റുന്നില്ല ഇടത് സഹയാത്രികർക്ക് പോലും. ശ്രീ M.R. അഭിലാഷ്, ഇവിടെ ഉണ്ടായിരിക്കുന്ന വീഴ്ചകൾ എന്തൊക്കെയാണ്? ശ്രീ മഞ്ജുഷ്, ഇത് വളരെ ഹാർട്ട് വാമിംഗ് ആയിട്ടുള്ളതാണ് ശ്രീ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദന്റെ ഈ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള പ്രതികരണം. കാരണം ഇടതുപക്ഷ സർക്കാരിനെ എപ്പോഴും അതിനെ ഒരു സിമ്പത്തറ്റിക് ആയിട്ട് ഡെവലപ്മെന്റ്സിനെ വിശകലനം ചെയ്യുന്ന അദ്ദേഹത്തിന് പോലും പൊതു താല്പര്യത്തിന്റെ വെളിച്ചത്തിൽ ഈ ഒരു വിഷയത്തിനെ വളരെ നിഷ്പക്ഷമായിട്ട് വിശകലനം ചെയ്യാനുള്ള ഒരു മനസ്സ് വന്നു എന്നുള്ളത്, എങ്ങനെയാണ് ജനങ്ങൾ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്, എങ്ങനെ ജനമനസ്സിൽ ഈ വിഷയത്തിന്റെ പ്രാധാന്യം എങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ നേരത്തെ ശ്രീ യുവരാജ് ഇതിനെ സംബന്ധിച്ച് ഫോളോ ഔട്ട്സിനെ കുറിച്ച് അക്കവിട്ട് പറയുകയുണ്ടായി. ഇത് വളരെ വ്യക്തമല്ലേ, അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള സപ്പോർട്ട് സിസ്റ്റംസ് ഇല്ലാതെ ഒരിക്കലും ഇത്തരത്തിലൊരു കൊടും കുറ്റവാളിക്ക് പുറത്തിറങ്ങുവാൻ കഴിയുകയില്ല. ഇത്രയും നാള് കണ്ണടച്ച് ജയിലധികൃതർ നിന്നു, അല്ലെങ്കിൽ അതിനെ എയ്ഡ് ചെയ്തു എന്നുള്ളത് ഒരു വലിയ ക്രിമിനൽ ഒഫൻസ് തന്നെയാണ്. എങ്ങനെ ഈ ആക്സോ ബ്ലേഡ് എങ്ങനെ സംഘടിപ്പിച്ചു,
എന്താ ഇതിനെന്താ മറുപടി ഉള്ളത്? പിന്നെ അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭക്ഷണ ശൈലിയിൽ വന്ന മാറ്റവും, ആരോഗ്യ ദൃഢഗാത്രനായിരുന്ന ഒരു വ്യക്തി ജയിൽ ചാടുവാനുള്ള, മതിൽ ചാടി കിടക്കുവാനുള്ള പ്രിപ്പറേഷന്റെ ഭാഗമായിട്ട് അദ്ദേഹം ഒരു സ്ഥൂല ശരീരനായി മാറി. അപ്പം ആഴ്ചകളോളം നീണ്ടു നിന്ന ഈ പ്രിപ്പറേഷൻ വളരെ വിജിലന്റ് ആയിട്ടിരിക്കുന്ന ജയിൽ ഉദ്യോഗസ്ഥർ ഇതൊന്നും ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നത്, അവർക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരു തരത്തിലും സ്വീകാര്യമല്ല. പ്രത്യേകിച്ചും ഇത്ര ഒരു ഹൈ സെക്യൂരിറ്റി ജയിലായിട്ടുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കാലാകാലങ്ങളായി സ്വാധീനം ഉപയോഗിച്ച്, രാഷ്ട്രീയപരമായിട്ടുള്ള കണക്ട് ഉപയോഗിച്ച്, ഹൈ സെക്യൂരിറ്റി ജയിലാണെങ്കിൽ പോലും അവിടെ കൺവിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വിഹരിക്കുന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ശരിക്ക് വൈകിയ വേളയിലെങ്കിലും രാഷ്ട്രീയ നേതൃത്വം ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ഇതിനകത്തുണ്ട് എന്നുള്ളത് റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി തയ്യാറാകണം. ഗോവിന്ദചാമിയെ പിടിച്ച് ജയിലിലാക്കി എന്നുള്ളതിനകത്തോ അല്ല ക്രെഡിറ്റ് ഇവിടെ. ഗോവിന്ദചാമി പുറത്തായിരുന്നുവെങ്കിൽ കേരളം ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? അത് നാട്ടുകാർ ഉണർന്നിരുന്നത് കൊണ്ട് തന്നെ ഗോവിന്ദചാമിയെ ഉടൻ തന്നെ അകത്താക്കാൻ കഴിഞ്ഞു. അതിൽ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല, പക്ഷെ നാട്ടുകാർക്ക് കഴിഞ്ഞു. ആ ഒരു ഒറ്റ യുവാവിന്റെ ആ ചെറുപ്പക്കാരന്റെ ആ സംശയമാണ് ഇപ്പോൾ ഗോവിന്ദചാമി അകത്താകാൻ കാരണമായത്. അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആയിരുന്നേനെ ഗോവിന്ദചാമി ഇപ്പോൾ. തീർച്ചയായിട്ടും അത് മാത്രമല്ല, അയാൾക്ക് ആ കിണറിൽ ഇറങ്ങി ഒളിച്ചിരിക്കുവാനുള്ള ചിന്ത വന്നതും. അപ്പൊ ജനങ്ങളും കിണറുമാണ് പിടിക്കാനിടയാക്കിയ വഴി ഒരുക്കിയത്. അവർക്കാണ് ആദ്യം ക്രെഡിറ്റ് കൊടുക്കേണ്ടത്. പൊതുവെ ലിഞ്ചിങ് എന്ന് പറയുന്നത് നിയമവിരുദ്ധമാണെങ്കിലും ആ കിണറ്റിൽ നിന്ന് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ മുഖത്ത് കൊടുത്തൊരു അടിയുണ്ടല്ലോ, ആ അടി കേരള ജനതയുടെ ഏറ്റവും മൈൽഡായിട്ടുള്ള പ്രതികരണമാണ്. അത് സാധാരണ ജനങ്ങൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നതെന്നുള്ളതിന്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ്. ജയിൽ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലതരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ടും കൊടും ക്രിമിനലുകൾക്ക് വേണ്ടി ചട്ടങ്ങൾ അയക്കുവാൻ അവർ നിർബന്ധിതരാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ഫേവേഴ്സിനെ കുറിച്ച് അവർ ചിന്തിക്കും. കാരണം ഇവരെല്ലാം മനുഷ്യർ തന്നെയല്ലേ. ഇതിനകത്ത് എന്തൊക്കെയാണ് വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഒരു ഇൻവെസ്റ്റിഗേഷനിലൂടെ മാത്രമാണ് വരിക. അദ്ദേഹം ഉപയോഗിച്ച വസ്ത്രങ്ങൾ ഉൾപ്പെടെ ഏത് തരത്തിൽ അദ്ദേഹത്തിന് ആ വലിയ മതിൽ അയാൾക്ക് ചാടി കടക്കാൻ കഴിഞ്ഞു, ഈ തുണി, അതിന്റെ സ്ട്രെങ്ത് അതെങ്ങനെ എൻഷുർ ചെയ്തു. ഒരു കൈ മാത്രം വെച്ചുകൊണ്ട്, അദ്ദേഹത്തിന് ഒരു കൈ അല്ല ശ്രീ മഞ്ജുഷ്, അദ്ദേഹത്തിന് പല കരങ്ങളുണ്ട്. പക്ഷേ അതിൽ നമ്മൾ ഒരു കരം മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഉള്ളിലും പുറത്തുമായിട്ട് പല കരങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അത് പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ ഇത് സംബന്ധിച്ചുണ്ടായില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം ഡിപ്പാർട്ട്മെന്റൽ അന്വേഷണം ഇതിനകത്ത് എന്തെങ്കിലും പുറത്തു കൊണ്ടുവരുമോ? കേരളത്തിലെ ഓരോ സ്ത്രീക്കും, ഓരോ അമ്മയ്ക്കും, ഓരോ പെങ്ങൾക്കും, ഇവിടെ ഇന്ത്യൻ പൗരന്മാരവിടെ ജീവിച്ചിരിക്കുന്നവരുടെ ജീവനും സുരക്ഷിതത്വത്തിനും ത്രട്ടായിട്ടുള്ള ഒരു വ്യക്തി ഇങ്ങനെ പുറത്തിറങ്ങി എന്നുള്ളത് മറ്റൊരു ജയിൽ ബ്രേക്ക് പോലെ ഗോവിന്ദൻ മാസ്റ്ററുടെ സ്വതസിദ്ധമായിട്ടുള്ള രീതിയിൽ ഇതിനെ ലളിതവൽക്കരിച്ച് കാട്ടാൻ കഴിയില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം, ഇന്ത്യൻ ഭരണഘടനയുടെ 21-ാം വകുപ്പ് പ്രകാരം ഓരോ വ്യക്തിയും, കേരളത്തിൽ ഓരോ സ്ത്രീയും അവർക്ക് ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള സുരക്ഷയെ ത്രട്ടൺ ചെയ്തുകൊണ്ടാണ് ഈ മൃഗം പുറത്തിറങ്ങിയത്. എങ്ങനെ